ഇയാളുടെ പേര് ലൈഫ്. ഇയാൾ ഒരു സ്റ്റാൻഡേർഡ് പൂഡിലാണ്, ഇമ്പോർട്ടഡ് ഫ്രം സ്പെയിൻ. ആൻഡ് ഇപ്പോൾ നമ്മളൊരു 8 months കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 1 year കഴിഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് പൂഡിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വേൾഡിലെ സെക്കൻഡ് ഇൻ്റലിജൻറ്റ് ബ്രീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലേഫുള്ളാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഇൻറ്ററാക്ട് ചെയ്യുന്ന വളരെ പാവം ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇവർ ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. നമുക്ക് ഒത്തിരി ഷെഡിങ്ങോ അല്ലെങ്കിൽ ഒത്തിരി അലർജീസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു ബ്രീഡല്ല. അതുകൊണ്ട് തന്നെ ഇൻ ഹൗസ് പെറ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ഇവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇവരൊരു വാട്ടർ ഹണ്ടിങ് ഡോഗായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇവരൊരു ഫാഷനിസ്റ്റ സംഭവമാണ്. നമ്മളൊരു ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോ ഒക്കെ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇവരെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രെയിനിങ്ങും എക്സസൈസും ഒക്കെ വേണം അവരുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവാനായിട്ട്. പിന്നെ ഇവരുടെ കോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള കോട്ടാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയറുമാണ്. അപ്പം ഇവരുടെ മെയിൻ്റനൻസ്, നമ്മൾ ഹെയർ ഇത്ര ലോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സമയമെടുക്കും. ഇവരുടെ ഒരു ബാത്തിങ് ആൻഡ് ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് തന്നെ ഒരു 4 to 5 hours എടുക്കും ഇത് ഫുൾ ഹെയർ ഡ്രൈ ചെയ്തൊക്കെ വരാനായിട്ട്. നമ്മളിപ്പോൾ ഇവളെ ഒരു കോണ്ടിനെൻ്റൽ ഹെയർ കട്ടൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഷോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവളുടെ ഈ ഒരു പോർഷനിലെ ഹെയർ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂഷ്വലി നമ്മളിത് ടൈ ചെയ്ത് ഓയിലൊക്കെ ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കും, അതിൻ്റെ ഗ്രോത്ത് ഹെയർ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. 2 a day ആണ് ഫീഡ് ചെയ്യുന്നത്, മോർണിംഗ് 8 and നൈറ്റ് 8. ഗോ നേറ്റീവിൻ്റെ ഡക്ക് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് കൊടുക്കുന്നത്. അത് 70% മീറ്റും ബാക്കി മിക്സഡ് വെജിറ്റബിൾസും ഒക്കെ വരുന്ന ഒരു ഫുഡാണ്, ഡ്രൈ ഫുഡാണ് ഫീഡ് ചെയ്യുന്നത്. ആൾ അത്യാവശ്യം ട്രെയിൻഡാണ്. പോട്ടിയൊക്കെ നമ്മൾ പുറത്ത് വിടുമ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. കേജിനകത്ത് അങ്ങനെ ഒരുപാട് വൃത്തിയേടാക്കത്തില്ല. സമയത്ത് നമ്മൾ ഇടാൻ മറന്നുപോയാൽ മാത്രം നിവൃത്തിയില്ലെങ്കിൽ ചെയ്തു പോകും. അതർവൈസ് ആൾ എല്ലാം ഓക്കെയാണ്. എല്ലാവരുമായിട്ടും നല്ല അടുപ്പാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര പ്ലേഫുള്ളാണ്. പിന്നെ ഇയാൾക്ക് കൂടുതലും അറ്റാച്ച്മെൻറ്റ് ഹസ്ബൻഡായിട്ടാണ്. കാരണം കൊണ്ടുവന്ന സമയത്ത് നമ്മൾ സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് കൂടുതലും ടേക്ക് കെയർ ചെയ്തത് ഹസ്ബൻഡാണ്. ഫസ്റ്റ് ഇപ്പോൾ ഫീഡ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തൊക്കെ ഹസ്ബൻഡാണ്. അപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്നിരിക്കുന്നത് ഹസ്ബൻഡായിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇണങ്ങുമെങ്കിലും പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട. ലൈഫ് സ്പാൻ 16+ years ഒക്കെ ലൈഫ് സ്പാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമല്ല, അത്യാവശ്യം ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മളിങ്ങനെ ഒരു ബ്രീഡിനെ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ വെറ്റിനറി കെയർ സംഭവങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. സാധാരണ പൂഡിൽസ് ശരിക്കും പറഞ്ഞാൽ കുരയ്ക്ക് പേര് കേട്ട ആൾക്കാരാണ്. പക്ഷേ ഇവളങ്ങനെ വലിയ ശല്യമൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ എന്തെങ്കിലും 2 വാക്ക് മിണ്ടിയാലും പറഞ്ഞാലൊക്കെ ഉള്ളൂ. അതല്ലെങ്കിൽ ആൾ സൈലൻ്റ് ആണ്. ഡോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയ അലേർട്ട്നെസ് ഉണ്ടാവും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അലേർട്ട് ചെയ്യും എന്നല്ലാതെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഗാർഡിങ് രീതിയിലേക്ക് ഇവർക്ക് അങ്ങനെ ഇതില്ല. ഇവർ എല്ലാവരുമായിട്ടും ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷേ നമുക്കൊരു ഷോ ഇറക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എയർ കണ്ടീഷൻ റൂമിലാണ്. നമ്മൾ ഇയാളെ ഷോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഒരു ഫെസിലിറ്റിയിൽ ബോർഡിങ് ഇട്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ ആ ഒരു സമയത്ത് ഇയാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. നമ്മുടെ അടുത്തുനിന്നും മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി കഡ്ലി ആയിട്ടുള്ള ബ്രീഡ്സിനൊക്കെ വരുന്ന ഒരു സംഭവമാണ് സെപ്പറേഷൻ ആങ്സൈറ്റിയും ഡിപ്രഷനും. അപ്പോൾ നമ്മളുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ചെന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് അവൾ ഒട്ടും സഹകരിച്ചില്ല. തിരിച്ച് നമ്മളെ കണ്ടപ്പോൾ, എസ്പെഷ്യലി റോണിയെ കണ്ടപ്പോൾ ഉള്ള തുള്ളിച്ചാട്ടം സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവും. അതുമാതിരി വന്ന് ചാടി ടേബിളിൽ നിന്നൊക്കെ ചാടി മേത്തേക്ക് കയറി കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ. പിന്നെ നമുക്ക് ഇയാളെ മാറ്റി നിർത്താൻ തോന്നിയിട്ടില്ല. ആ ഒരു ജേർണി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോയത് തിരിച്ച് പിക്ക് ചെയ്യാനായിട്ട്. ആ ഒരു സമയത്തൊക്കെ ഫുൾ ടൈം ബാക്കിലെ സീറ്റിൽ ഇരുത്തിയാലും ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരും, നമ്മളെ നക്കും, തിരിച്ചു പോയി കിടക്കും. കിടന്ന് കണ്ണടച്ച് ഉറങ്ങിയാലും പിന്നെ എണീറ്റ് വന്നിട്ട് കണ്ണ് തുറന്ന് നോക്കും, നമ്മൾ തന്നെയല്ലേ ഓടിക്കുന്നതെന്നൊക്കെ. ഓക്കെ, ഞാൻ അത്ര ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല, പക്ഷെ എന്തായാലും പറയുമ്പോൾ കുറച്ച് വിഷമം വരും. നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് പൂഡിൽസിന് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ ആയിരുന്നില്ല നല്ല ക്വാളിറ്റി ബ്രീഡും സംഭവങ്ങളൊന്നും. അതുകൊണ്ടാണ് നമ്മൾ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിൽ വേറെ സ്റ്റാൻഡേർഡ് പൂഡിൽസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവരുടെ ഒരു പപ്പീസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു 3 lakh+ ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകേണ്ടി വരും.
പപ്പീസിനെയൊക്കെ വാങ്ങണമെങ്കിൽ. ഇയാൾക്ക് ആക്ച്വലി നമ്മളൊരു ബോയ് ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇൻ ഫ്യൂച്ചർ നമ്മൾ ബ്രീഡിങ് നോക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇയാളുടെ നല്ലൊരു ലിറ്റർ എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള പാരൻസിന് തരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈഫിൻ്റെ ബോയ് ഫ്രണ്ട് ലിയോ. ഇവനും സ്റ്റാൻഡേർഡ് പൂഡിലാണ്. ലൈഫിൻ്റെ സെയിം കെനലിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് ഫ്രം സ്പെയിൻ. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു ആൾക്ക്. ഇവൻ്റെ ഫാദർ ഒരു വേൾഡ് ചാമ്പ്യനാണ്. അപ്പോൾ ലൈഫിനെ എടുത്തിട്ട് നമ്മൾ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്തത് ഒരു മെയിലിനെയും കൂടി എടുക്കാമെന്നുള്ളത്. പിന്നെ ഒരു വൈറ്റ് കളറിനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവനെ ഇങ്ങനെ എടുക്കാൻ തീരുമാനിച്ചത്. ലൈഫിൻ്റെ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇത്രയും കൂടി ഒരു കോണ്ടിനെൻ്റൽ ഹെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനിപ്പോൾ അങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്യാനുള്ളൊരു ടൈം ആയിട്ടില്ല. ഇപ്പോഴൊരു ഒരു പപ്പി സ്റ്റേജിലൊക്കെ തന്നെ നിൽക്കുവാന്ന് പറയുമ്പോൾ പിന്നെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഇത്രയും കൂടി ഒരു ഹ്യൂജ് സൈസ് ഡോഗാണ്. ഇപ്പോൾ അവളേക്കാൾ ഒരു 4-5 കിലോഗ്രാംസ് കൂടുതലുണ്ട് ഇവൻ. പിന്നെ ഇവൻ്റെ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോട്ട് മെയിൻ്റെനൻസ് ഇത്തിരി പാടാണ്. ഇപ്പോൾ ആദ്യം ആ ബിഷോൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഇവന് കൊടുക്കുന്ന നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വൈറ്റ് ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്റ്റെയിൻസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ഫുഡിലോട്ട് പോയത്. കുട്ടികളായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. ആകെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞങ്ങൾക്ക് 3 പിള്ളേർ. അപ്പോൾ ഇളയാൾ ഇത്തിരി ചെറുതാണ്, ഇപ്പോൾ 3 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ ഇവൻ ഇത്തിരി ഒരു ഹ്യൂജ് സൈസ് ഡോഗ് ആയതുകൊണ്ട് ഒരു ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തിരി പാടുണ്ട്. അപ്പോൾ ലീഷൊക്കെ ഇട്ടിട്ടാണ് നേരെ വലിച്ചുകൊണ്ട് അവളെ കൊണ്ടങ്ങ് പോകും. അപ്പോൾ അവൾക്കധികം ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാറില്ല. മറ്റു രണ്ടുപേരായിട്ടും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. എന്നുവെച്ചാൽ ഒത്തിരി ചെറിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ സൂപ്പർവിഷൻ ഇല്ലാതെ ഇടാൻ പറ്റിയ ആളല്ല. കാരണം ഇവർ ഭയങ്കര പ്ലേഫുള്ളാണ്. ഇവർ കളിക്കാൻ വേണ്ടി ചെയ്യുന്നത് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം. എന്നുവെച്ചാൽ ചിലപ്പോൾ കുഞ്ഞ് മറിഞ്ഞു വീഴാം എന്നൊക്കെ. അപ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡ് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇവരെ ഒറ്റയ്ക്ക് വിടത്തില്ല. പക്ഷേ കുറച്ചൊരു 10 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രീഡ് തന്നെയാണ്. ഇത് നമ്മുടെ റെമോ. ഇയാളൊരു ബിഷോൺ ഫ്രീസ് എന്ന് പറഞ്ഞ ബ്രീഡിൽ പെട്ട ഒരാളാണ്. ഇതും നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. നമ്മൾ ലിത്വേനിയയിൽ നിന്ന് ടോറോ കെനൽസ് എന്ന് പറഞ്ഞൊരു കെനലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇവരെ വൈറ്റ് ഡോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്. ഒത്തിരി ടിയർ സ്റ്റെയിൻസ് വരും. അതുപോലെ ഇവർ ഈ ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ സലൈവ തന്നെ ഈ ചുണ്ടിൻ്റെ സൈഡിലുള്ള ഹെയറിൽ നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും സ്റ്റെയിൻസ് വരും. ഇയാൾക്കിപ്പോൾ കുറച്ച് സ്റ്റെയിൻസ് ആയിട്ടുണ്ട്. അതുപോലെ നടക്കുന്നത് കേജിൽ, ഇപ്പോൾ ഇരുമ്പ് കേജിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ തുരുമ്പൊക്കെ പിടിച്ച് കാലിലും സ്റ്റെയിൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വൈറ്റ് ഹെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വൈറ്റ് കളറിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തൊക്കെയാണ് ഇവർക്ക് ഉള്ളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് കിട്ടുന്നത്, എന്താണ് ഇവർക്ക് കിട്ടാത്തത്, ഒരു ഫുഡിൽ എന്താണോ ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ ഫുൾ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ബട്ട് അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫുഡുകളുണ്ടല്ലോ. അതിനകത്ത് ഓൾമോസ്റ്റ് ഇവരുടെ കോട്ട് അല്ലെങ്കിൽ ഇവരുടെ അപ്പറ്റൈറ്റ്, ഇവരുടെ ഇൻറ്റസ്റ്റൈൻസ്, ഇവരുടെ നെയിൽസ്, ഹെയർ എല്ലാം എൻഹാൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അറിയാം. അപ്പോൾ ഒരു സ്കൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ന സാധനങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് കൊടുക്കാനും എളുപ്പം. ഫ്ലഫി ആയിട്ടുള്ള പൊങ്ങി നിൽക്കുന്ന കോട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇപ്പോൾ നീളമുള്ള ഹെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് പാടാണ്. നമ്മൾ ബ്രഷ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവണം. എല്ലാ ദിവസവും ബ്രഷ് ചെയ്താൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഒന്നരാടെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ടാങ്കിൾസ് വീഴും. അല്ലെങ്കിൽ മാറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ജട വീണ് കഴിഞ്ഞാൽ നമുക്കത് ഡീടാങ്കിൾ ചെയ്യാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. അപ്പോൾ മെയിൻ്റനൻസ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ്. അതുപോലെ ഹെയറി ബ്രീഡ് ആയതുകൊണ്ടും മെയിൻ്റനൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ വൺസ് നമുക്ക് അതിൻ്റെ ഒരു നാക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്കത് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സ്റ്റെയിൻ വരുന്നതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരെവിടെ ഇട്ടാലാണ് സ്റ്റെയിൻ ഇല്ലാതിരിക്കുക എന്നൊക്കെ നമുക്കൊരു അത്യാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരുടെ മെയിൻ്റനൻസ് അത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നത്തില്ല. ലൈഫിനെ പോലെ തന്നെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പൂഡിൽസിനെ പോലെ തന്നെ ഇവരും ലോങ് ഹെയറിൽ വരുന്ന കാറ്റഗറിയിലുള്ള ബ്രീഡാണ്. അതുപോലെ തന്നെ ഷെഡിങ് കുറവായിരിക്കും. അപ്പോൾ ഹൈപ്പോ അലർജനിക് ആണ്. നമുക്ക് വേറെ കുട്ടികളായിട്ടൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്. കുട്ടികളുള്ള വീട്ടിലും വളർത്താൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് അലർജീസോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇവരെ നമുക്ക് ഈ പറഞ്ഞ ഗാർഡ് ഡോഗ് എന്നുള്ള കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. ഇതൊരു ഫോർ എവർ ചൈൽഡാണ്. എന്നും ഒരു കുഞ്ഞു കൊച്ച് നമ്മുടെ കൂടെ ഉള്ള പോലെ അതുപോലെ ഞാൻ കെയറും അറ്റൻഷനും ഒക്കെ ആവശ്യമുള്ളതാണ്.
എനിക്ക് ചെറുപ്പം മുതലേ പെറ്റ്സിനെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ റീനുവിന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒപ്പം കൂടിയ പിന്നെ പെറ്റിനോടൊരു നേരത്തെ പെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ലാർജ് നമ്പേഴ്സിൽ പെറ്റ്സ് ഉണ്ടായിരുന്നില്ല. നമുക്ക് സാധാരണ പോലെ വീട്ടിൽ ഒരു ഡോഗ് അല്ലെങ്കിൽ 2 ഡോഗ് മാക്സിമം അങ്ങനെയൊക്കെയാണ് നമ്മൾ വരിക. പക്ഷേ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഫുൾ കിളിക്കൂട്, മുറ്റത്തേക്ക് ഇറങ്ങിയ ഫുൾ കിളിക്കൂട്, ഒരു സൈഡിൽ ഫുൾ കോഴിക്കൂട്, പിന്നെ ഒരു റോട്ട് വീലർ, പിന്നെ ഒരു അലിഗേറ്റർ ഗാർ, അങ്ങനെ വീടിന് അവിടെ ഇവിടെയൊക്കെ കുളം, അതിനകത്ത് കുറേ മീനുകൾ, അങ്ങനെ ഫുൾ എന്ന് വെച്ചാൽ എന്തൊക്കെ സാധനം നമുക്കൊരു വീട്ടിൽ കൊള്ളിക്കാവോ അതൊക്കെ. കോഴിക്കൂട്, അടിയിൽ കാടക്കൂട്, പിന്നെ സൈഡിൽ കിളിക്കൂട്, അങ്ങനെ നിറയെ സാധനങ്ങളായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് അലർജി ഡെവലപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും കിളികളെയൊക്കെ ഒഴിവാക്കി പിന്നെ നമ്മൾ ഡോഗ്സ് ക്യാറ്റ്സും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ചും കൂടി ഇൻ ഡെപ്തായിട്ട് ഡോഗ്സ്, അതിൻ്റെ ലീനേജ്, ബ്രീഡ്, അതിൻ്റെ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പതുക്കെ പിന്നെ പ്യോർ ബ്രെഡ് സംഭവങ്ങളിലേക്കും ഒക്കെ അങ്ങോട്ട് മാറി.